ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആത്മവിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ആദ്യ പടിയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രീ സെഷനിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുമ്പം ആം, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താ ചോദിച്ചാൽ ആം, ആത്മവിശ്വാസമാണ് വിജയത്തിന്റെ ആദ്യ രഹസ്യം. നമ്മുടെ ആത്മവിശ്വാസം, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ അത് പുറത്തെടുക്കാനായിട്ട് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ആ കഴിവുകൾ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ആ കഴിവുകളെ പുറത്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ആത്മവിശ്വാസം എന്ന് മനസ്സിലാക്കണം. വാട്ട്സ് ആത്മവിശ്വാസം എന്താണെന്ന്. പലരും വിചാരിക്കുന്നത് ആത്മവിശ്വാസം എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയുക എന്നതാണെന്ന്. എന്നാൽ അതല്ല സത്യം. എനിക്ക് ഇത് ചെയ്യാൻ അറിയില്ലേലും ഇത് പഠിച്ചെടുക്കാൻ എനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്നിടത്താണ് അവിടെ യഥാർത്ഥ ആത്മവിശ്വാസം ഉണ്ടാവണത്. എനിക്കിത് ചെയ്യാൻ അറിയില്ലെങ്കിലും ഇത് പഠിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്നൊരു വിശ്വാസം, അവിടെയാണ് യഥാർത്ഥ ആത്മവിശ്വാസം കിടക്കുന്നത്. അതൊരിക്കലും ഒരു അഹങ്കാരമല്ല, അത് മനസ്സിലാക്കണം. മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ഉറച്ച വിശ്വാസമാണ് അത് കാണിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങുമ്പോഴാണ് ഈ ഒരു മാറ്റം ഉണ്ടാവുന്നത്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കുമ്പോഴാണ് ഇതിന് മാറ്റം ഉണ്ടാവുന്നത്. എങ്ങനെയാ? ഈ ആത്മവിശ്വാസം പതുക്കെ പതുക്കെ ഡെവലപ്പായി വരുന്നത്. അതൊരിക്കലും ഒരു ഈഗോ അല്ല, നമുക്ക് ഒരു അഹങ്കാരമല്ല. എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റും, എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് ഈഗോ അല്ല, നമ്മുടെ ഉള്ള ആത്മവിശ്വാസമാണ്. മറ്റൊരു പേര് പറയും കറേജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മവിശ്വാസം കുറയുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കണം. പ്രധാനമായിട്ടും നമ്മുടെ ഈ ആത്മവിശ്വാസം തകർന്നു പോകുന്നതിന് ചില കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, പലപ്പോഴും ഞാൻ നിങ്ങളുടെ പറഞ്ഞൊരു കാര്യമാണ് താരതമ്യം, കമ്പയറിങ്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് നമ്മൾ നിർത്തണം. നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം തകർന്നു പോകുന്നത്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും മനസ്സിലാക്കുക, എപ്പോഴും പഠിച്ച് മനസ്സിലാക്കുക, എപ്പോഴും ഓർക്കുക ഈ ഒരു പോയിന്റ്. ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം, പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഏതോ ഒരു വ്യക്തിയുടെ ആ വ്യക്തിയുടെ എക്സ്ട്രീം ലെവലിലുള്ള ഒരു സക്സസ്സിൽ നിന്നാണ് നമ്മൾ ഒരാളെ കമ്പയർ ചെയ്യണത്. ആ വ്യക്തി ആ ഒരു സക്സസ്സിലേക്ക് എത്തുന്നത് എത്രയോ പരാജയങ്ങൾ ഓവർകം ചെയ്തിട്ട്, സ്ട്രഗിൾസ് ഓവർകം ചെയ്തിട്ടായിരിക്കും ആ വ്യക്തി ആ ഒരു സക്സസ്സിലേക്ക് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ചിലപ്പോൾ മിസ്റ്റർ ബീസ്റ്റിനോടെയോ അല്ലെങ്കിൽ കാർത്തിക്കിനോടെ അടുത്തോ, അല്ലെങ്കിൽ 10 മില്യൺസ് അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്യും. ഷടാ, ഓരോരുത്തർ വീഡിയോ ഇടുന്നതാണ്ടോ, അവൻ സബ്സ്ക്രൈബേഴ്സ് കയറുന്നതാണ്ടോ, അവന്റെ വീഡിയോസ് ഭയങ്കര ഫാസ്റ്റായിട്ട് റീച്ച് കിട്ടുന്നതാണ്ടോ. അവരുടെ എക്സ്ട്രീം ആയിട്ട് ആ ലെവലിൽ നിന്നാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ബിഗിനേഴ്സ് ആണ്. അപ്പൊ നിങ്ങളെ ബിഗിനേഴ്സ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ ഒരുപാട് പരാജയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടായിരിക്കും അവിടെ എത്തി നിൽക്കുന്നത്. അപ്പൊ അവരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഊർജം നഷ്ടപ്പെടും, നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്, ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ടൈം പീരീഡ് ഉണ്ട്. ഇന്നെടുക്കുന്ന സെഷൻ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താലേ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ സമാധാനത്തിന്റെ 50% എക്സ്ട്രാ സമാധാനം നിങ്ങൾ അനുഭവിക്കും. അത് 100% ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത് താരതമ്യം ചെയ്ത് നിർത്തുക. രണ്ടാമത്തെ കാര്യം പറയുന്നത് പരാജയപ്പെടും എന്നുള്ള ഭീതി. തോറ്റുപോയാൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന പേടിയാണ് ഏറ്റവും വലിയ വില്ലൻ. തോറ്റുപോയാൽ ആൾക്കാർ എന്ത് വിചാരിക്കും. ബേസിക് കോഴ്സ് ഞാൻ എടുക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ
ക്ലാസ്സസ് എടുക്കുമ്പം ആദ്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഈ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞത്. ആൾക്കാർ എന്ത് വിചാരിക്കും? നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റാൾക്കാരും ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കാത്തത് ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യത്തിലാണ്. രാവിലെ 5 മണിക്ക് എണീറ്റ് ഞാൻ ഇതേപോലെ ഓരോ ടോപ്പിക് സംസാരിക്കുമ്പോൾ ഇവനെന്താ രാവിലെ എണീറ്റ് സംസാരിക്കുന്നത്, വേറെ ജോലിയില്ലേ, ഇവനെന്താ വട്ടാണോ? ചില ആൾക്കാരെ പലതും വിചാരിക്കും, ബട്ട് ഐ ഡോണ്ട് കെയർ. ഞാൻ കെയർ ചെയ്യേണ്ട ആവശ്യം എന്താ? ഞാൻ ആർക്കോ 1-2 പേർക്കായിരിക്കും ഞാൻ സംസാരിക്കുന്നത്, ബട്ട് ഐ എം സോ ഹാപ്പി, ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൾക്കാർ പലതും വിചാരിക്കും. ആ പലതും വിചാരിക്കുന്ന നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ആൾക്കാർ പലതും വിചാരിക്കും. ഈ ആൾക്കാർ എന്ത് വിചാരിക്കുന്ന അവന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ യാത്ര ചെയ്യുന്ന ആളായിരിക്കും. അതും ആലോചിച്ച് നമ്മൾ നമ്മുടെ സന്തോഷം കളയും, നമ്മുടെ ആത്മവിശ്വാസം കളയും, നമ്മുടെ വിജയം നഷ്ടപ്പെടുത്തും. സോ ആത്മവിശ്വാസം കുറയുന്നതിനുള്ള രണ്ടാമത്തെ കാരണം പരാജയപ്പെടുന്നുള്ള ഭീതി, കാരണം തോറ്റുപോയ ആൾക്കാർ എന്ത് വിചാരിക്കുന്ന തോന്നൽ. മൂന്നാമത്തത് നെഗറ്റീവ് ചിന്തകൾ. എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് നമ്മൾ ആ തരത്തിലുള്ള ചിന്തിക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കും നിങ്ങൾക്ക്. എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന സംഭവം. ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവും, ചില ആൾക്കാർക്ക് മനസ്സിലായില്ല. ആ ഒരു സമയത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും. നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ ഒരു കാര്യം വന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന തരത്തിലുള്ള ചിന്തകൾ മാത്രമേ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് വരത്തുള്ളൂ, അല്ലാത്തത് വരത്തില്ല. ചൊവ്വാഗ്രഹത്തിലേക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കണമെന്ന് ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് ചിന്ത വന്നിട്ടില്ല. ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എനിക്ക് ചൊവ്വാഗ്രഹത്തിൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കണം, അല്ലെങ്കിൽ സൂര്യനിലേക്ക് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കണം, സൂര്യനെ കുറിച്ച് പഠനം നടത്തണം, ഇതിനകത്തുള്ള ആർക്കെങ്കിലും ആ ചിന്തയുണ്ടോ? എനിവൺ? ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തില്ല? നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത്. പക്ഷെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒരു 5 ലക്ഷം, 10 ലക്ഷം, അല്ലെങ്കിൽ 25 ലക്ഷം, 50 ലക്ഷം ഉയർത്തണമെന്ന് നിങ്ങൾക്ക് ചിന്തകൾ വരുന്നുണ്ടോ? ആ, അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത് സാധിക്കുമെന്നാ അതിന്റെ അർത്ഥം. അതിനർത്ഥം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ്. സോ മനസ്സിലാക്ക് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചിന്തകൾ വരുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്താണ്. അപ്പൊ നിങ്ങളുടെ ചിന്തകളിൽ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ അത് നിങ്ങൾ സ്വയം അതിനെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നതുകൊണ്ടാണ് നെഗറ്റീവായിട്ട്. എന്നെ കൊണ്ട് പറ്റുമോ, ഇത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ബട്ട് ആത്മവിശ്വാസം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ അത് അറിയില്ലെങ്കിൽ പോലും അത് ഞാൻ പഠിച്ചു ചെയ്യും. അവിടെയാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു. 1, നമ്മൾ താരതമ്യം ചെയ്യുന്നത്. 2, പരാജയപ്പെടുന്നുള്ള ഭീതി. 3, നെഗറ്റീവ് ചിന്തകൾ. 4-മത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മടി, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം. മടി അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം, പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറയും. സോ അത് നിങ്ങളെ ഒരുപാട് നശിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചോർന്നു പോകാനായിട്ട് ധാരാളമായി സഹായിക്കും. സോ ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ആത്മവിശ്വാസം കൂട്ടാനായിട്ടുള്ള ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ആത്മവിശ്വാസം നമുക്ക് ഓട്ടോമാറ്റിക് ഉയർത്താം. ഏതൊക്കെയാണ്? നെഗറ്റീവ് ചിന്ത ഒഴിവാക്കുക, പരാജയപ്പെടുന്ന ഭീതി നമ്മൾ മാറ്റിയാൽ മാത്രം മതി, താരതമ്യം ചെയ്ത് നിർത്തിയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്നാലും ആത്മവിശ്വാസം എങ്ങനെ വളർത്താമെന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. ശരി, സമ്മതിച്ചു, ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ എൻ്റെ ആത്മവിശ്വാസം എങ്ങനെ ഞാൻ വളർത്തും?